ഹായ് മക്കളെ, എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ ഘർ എന്ന കഹാനിയാണ്. ഈ കഥ എഴുതിയത് ഹിന്ദി സാഹിത്യത്തിലെ ബഹുമുഖി പ്രതിഭയായ പ്രഭാത്ജിയാണ്. ഈ പ്രകൃതി സകല ചരാചരങ്ങളുടെയും സകല ജീവജാലങ്ങളുടെയും സകല സസ്യലതാദികളുടെയും വീടാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കഥയിലൂടെ പ്രഭാത്ജി നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കലി ജോ കിൽത്തി നഹി ആജ് ഖിലി ഖിലി സീതി. കലി, ഇവിടെ കലി എന്ന് പറയുന്നത് ചിപ്കലിയാണ്. ചിപ്കലി ജോ കിൽത്തി നഹി പൊതുവെ സന്തോഷമുള്ള ഒരു ജീവിയാണ്. എന്നാൽ ആജ് കിൽത്തി ഖിലി ഖിലി സീതി, ഇന്ന് വളരെ സന്തോഷവതിയാണ്. ഇന്ന് ചിപ്കലിയെ കാണാൻ വളരെ സന്തോഷം ഉള്ളതാണ്. ഗിർഗിഡിനെ ഉസേ സടക്ക് പാർക്കർ ആത്തേ ദേക്ക തോ മുസ്കിരായ. ഗിർഗിഡ് ഓന്ത്. ഗിർഗിഡിനെ ഉസേ സടക്ക് പാർക്കർ ആത്തേ. ഓന്ത് പല്ലിയെ കാണുന്നത് എങ്ങനെയാണ്? സടക്ക് പാർക്കർ ആത്തേ, റോഡ് ക്രോസ് ചെയ്ത് വരുന്നതാണ്. ദേഖാത്തോ കണ്ടപ്പോൾ, മുസ്കിരായ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഹലോ ഹലോ. ചിപ്കലിനെ കഹ. അപ്പൊ ചിപ്കലി വീണ്ടും അവർ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞു. ഉടനെ ഗിർഗിഡ് പോന്ത് എന്താണ് പറഞ്ഞത്? തും കഹാം, നീ എവിടെ? ഗിർഗിഡ് കാ ഗല ഫൂൽക്കർ പിച്ചിക്ക. ഫൂൽക്കർ പിച്ചിക്ക, അത് വികസിച്ചും ചുരുങ്ങിയും ഇരിക്കുന്ന ഒരവസ്ഥ. അതായത് ഓന്തിനെ നമ്മൾ കാണാം, അതിങ്ങനെ എവിടെങ്കിലും ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ശ്വാസം എടുക്കുമ്പോൾ അതിൻ്റെ കവള് വളരെ വീർത്തു വരുന്നതും ചുരുങ്ങി വരുന്നതും കാണാം. അതാണ് ഇവിടെ ഫൂൽക്കർ പിച്ക എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഗല, കഴുത്ത്. അപ്പം കഴുത്ത് ഇങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വളരെ വികസിച്ചും അത് ചുരുക്കിയും കൊണ്ട് ചോദിച്ചു, നീ എവിടെ? നീ ഇവിടെ? തും യഹാം, നീ എന്താണ് ഇവിടെ? അതിനെന്താണ് മറുപടി പറഞ്ഞത്? തും യഹാം, നീ ഇവിടെ. സേ ക്യാ മതലബ് ഹേ, അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? ക്യാ മതലബ് ഹേ തുമാര, നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഇവിടെ എന്ന് ചോദിച്ചതിൽ ചിപ്കലി പോലി. ചിപ്കലി, ഇവിടെ ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യഹാം കലി കോൻ ഹേ, ഇവിടെ കലി ആരാണ്? ചിപ്കലിയാണ്. അവർ ഖിലി ഖിലി കാ മത്ലബ് ക്യാ ഹേ. ഖിലി ഖിലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്യധിക സന്തോഷവാന, അധികം വളരെ സന്തോഷം ഉണ്ടാകുക. മുമ്പ് ചിപ്കലി ചോദിച്ചു നീ ഇവിടെ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഗിർഗിഡ് എന്താണ് പറയുന്നത്? ദീവാർ പർ രഹ്നെ വാലിക്കോ, ഭിത്തിയിൽ കാണുന്നയാളെ സടക്ക് പർ ദേഖ് കർ, റോഡിൽ വെച്ച് കണ്ടപ്പോൾ ഇത്തിനകത്തോ പൂച്ചാഹി ജാ സക്താ ഹേ, ഇത്രയെങ്കിലും ചോദിക്കണ്ടേ? ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ. ഗിർഗിഡിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് നിറം മാറുക എന്നുള്ളത്. രംഗ് ബദൽന, നിറം മാറ്റിക്കൊണ്ട് പറഞ്ഞു. മയോ ആജ് ഘർ ബദൽ റഹീഹും. മയോ ആജ്, ഇന്ന് ഞാൻ ഘർ ബദൽ റഹീഹും, ഇന്ന് വീട് മാറി താമസിക്കുകയാണ്. ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തും ശ്രീമാൻ ഫർഹാദ് കോത്തോ ജരൂർ ജാനത്തെ ഹോങ്കെ. നിനക്ക് ഒരു ശ്രീമാൻ ഫർഹാദിനെ അറിയാമോ? മിസ്റ്റർ ഫർഹാദ് നിനക്ക് തീർച്ചയായും അറിയാം. ഹാം ഹാം പഹ്ലെ ജബ് ഫി ഹം മിലേ ഹേ, നമ്മൾ മുന്നേ കണ്ടപ്പോൾ തുമ്നെ ഉൻകാ ജിക്ർ കിയാ ഹേ, നീ അദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചന തന്നിരുന്നു. ജിക്ർ കിയാ ഹേ, സൂചിപ്പിച്ചിരുന്നു. ക്യാ ഹുവാ ഉനെ, അദ്ദേഹത്തിന് എന്തു പറ്റി? ഗിർഗിഡിനെ ഗിർഗിഡി ആവാസ് മേ കഹ. ഗിർഗിഡ് ഓന്ത് ഗിർഗഡി ആവാസ് മേ, ഓന്തിൻ്റെതായ ശബ്ദത്തിൽ പറഞ്ഞു. ഹുവാ കുച്ച് നഹി ബുദ്ധു. ബുദ്ധു ഫൂളേ. ഹുവാ കുച്ച് നഹി, ഒന്നും സംഭവിച്ചിട്ടില്ല. വേ ജിസ് കിരായേക്കെ കമരേമേ രഹ്തേ, അദ്ദേഹം ഇതുവരെ കിരായേക്കെ കമരേമേ, വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അഭിനഹി രഹ്തേ, എന്നാൽ ഇപ്പോൾ അത് അല്ല. ഉനോനെ അപ്ന നയാ ഘർ ബനാ ലിയാ ഹേ, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു. ചിപ്കലിനെ കഹ, ചിപ്കലി പറഞ്ഞു. തോ തുമേ ഇസ്സയ്ക്ക,
അതുകൊണ്ട് നിനക്കെന്താ? ഗിർഗിഡ് ഗിർഗിഡിയായ ഗിർഗിഡ് ആ ഓന്തിൻ്റെതായ ശബ്ദത്തിൽ പറഞ്ഞു. മേരാ ജീവൻ ദൂഫർ ഹോഗയാ ഹെ, എൻ്റെ ജീവിതം അസഹ്യമായിരിക്കുകയാണ്. അവർ തും കഹ് രഹേ ഹോ, എന്നിട്ട് നീ ചോദിക്കുകയാണ് തുമേയും നിനക്ക് ഇസ് സൈക്യ, ഇതുകൊണ്ട് എന്താണെന്ന്. തും എന്നാൽ നീയുണ്ടല്ലോ, കഫി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായെ കെ കമരെ മേ തോ, തും നീ കഫി രഹേ ഹോത്തി എപ്പോഴെങ്കിലും താമസിച്ചിരുന്നു എങ്കിൽ, എവിടെ? ഉൻകെ സാത്ത് അദ്ദേഹത്തോടൊപ്പം, ഉസ് കിരായെ കെ ഘർമേം ആ വാടക വീട്ടിൽ നീ എപ്പോഴെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചിരുന്നു തോ എങ്കിൽ, കുച്ച് സമച്ചു പാത്തേ നിനക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കിത്നേ സലീക്കേസേ രഹതേ ഹം, ഞങ്ങൾ എത്രമാത്രം സലീക്കെ അന്തസ്സോടു കൂടിയായിരുന്നു അവിടെ താമസിച്ചിരുന്നെന്നറിയാമോ? ഉൻകെ പാസ് അദ്ദേഹത്തിന്റെ അടുക്കൽ കിതാബോം കി പുസ്തകങ്ങളുടെ വെടിയ അലമാരിയാം ധീ, വലിയ വലിയ അലമാരികൾ ഉണ്ടായിരുന്നു. വേ കിതാബോം കെ ആകെ രഹതേ, അദ്ദേഹം പുസ്തകങ്ങളുടെ മുന്നിലിരിക്കുമായിരുന്നു. മെയിൻ കിതാബോം കെ പീछे, എന്നാൽ ഞാനോ പുസ്തകത്തിന് ബാക്ക് സൈഡിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. മെയിൻ കിത്നി ഹി ബാർ ഉൻസെ കപ്പടോം കി ഗലിയമേ മിലി, ഞാൻ എത്ര തവണ അദ്ദേഹത്തിന്റെ തുണികൾക്കിടയിലിരുന്നു. ബർത്തനവും കി ഗലിയമേ മിലി, പാത്രങ്ങൾക്കിടയിലിരുന്നു. ദരാസ് മാർക്കറ്റുമേ മിലി, വലിയ മാർക്കറ്റുകളിൽ, വലിയ കമ്പോളങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഡസ്റ്റ്ബിൻ മേ മിലി, ഡസ്റ്റ്ബിന്നിൽ കണ്ടിട്ടുണ്ട്. ചാടു കെ നീച്ചേ മിലി, ചൂലിൻ്റെ പിന്നിലിരുന്ന് കണ്ടിട്ടുണ്ട്. ഹമേഷ മുസ്കുരായി, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. മേരാ തജുർബ കഹ്താ ഹെ, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ചിപ്കലിയോം കെ പീछे ചാടു ലേക്കർ പടേ രഹനെ വാലോ മേ സേ വോ നഹി ഹെ, പല്ലികളുടെ പിന്നാലെ ചൂലുമായി ഓടുന്ന ഒരാളേ അല്ല അദ്ദേഹം. ഹോത്തേ ഹേ കുച്ച് ലോഗ്, ഗിർഗിഡിനെ ഉബാസിലേത്തെ ഹുയെ കഹ. അങ്ങനെയും ചിലരൊക്കെ ഉണ്ടായിരിക്കാം. ഗിർഗിഡ് ഒരു കോട്ടുവായി ഇട്ടുകൊണ്ട് പറഞ്ഞു. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത പാർട്ടായി ഇടുന്നതാണ്. എല്ലാവരും അടുത്ത പാർട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അവരവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് തന്നെയായാലും ശരി, ഒരഭിപ്രായമെങ്കിലും എഴുതാൻ മറക്കരുത്. നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.